എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് കർണാടകയിലാണ് കേട്ടോ. ഞാനും കുട്ടികളും ഞങ്ങൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ് കേട്ടോ 2 ദിവസമായിട്ട് താമസിക്കുന്നത്. കുട്ടികൾക്ക് ഇവിടെ വന്നപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കുട്ടികൾ ഇതൊക്കെ ഫസ്റ്റ് കണ്ടതാണ് കേട്ടോ. അങ്ങനെ വളരെ സൈലൻ്റായിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ പ്രേയറിനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ വളരെ സൈലൻ്റായിട്ടാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നത്. പിന്നെ ഞങ്ങൾ കുട്ടികൾ പുറത്തോട്ട് പോയതിന് ശേഷം ഞങ്ങൾക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അങ്ങനെ കുട്ടികളുടെ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസിനൊക്കെ പോയി. ആ സമയത്ത് ഞങ്ങളിങ്ങനെ അതിൻ്റെ അകത്ത് കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട്, കാടയുണ്ട്, പിന്നെ എന്താ കരിങ്കോഴിയുണ്ട്, പലതരത്തിലെ പക്ഷികളുണ്ട്. ഇങ്ങനെ അതൊക്കെയുണ്ട്. അങ്ങനെ കൂടിൻ്റെ ചുറ്റും ഞങ്ങളൊന്നിങ്ങനെ നന്നായിട്ടിത് നടന്നു നോക്കി കേട്ടോ. നടക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ഞങ്ങളെ കണ്ടപ്പോൾ സന്തോഷത്തിലാണോ പേടിച്ചിട്ടാണോ സങ്കടത്തിലാണോ എന്നറിയില്ല, കൂടിനിങ്ങനെ അകത്തോടി ഇങ്ങനെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ വട്ടമിട്ട് പറക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് സൈഡിലോട്ട് മാറി നിന്നു. നമ്മളെ പേടിച്ചിട്ടാണെങ്കിൽ അവർക്ക് മനസ്സമാധാനം കൊടുക്കാമല്ലോ. പിന്നെ തൊട്ടടുത്ത് വലിയൊരു ചിലിമ്പി നിൽക്കുന്നു കേട്ടോ. അതിൽ നിറയെ ചിലിമ്പിയൊക്കെ കായ്ച്ച് താഴെ വീണ് പിന്നെ പറിച്ചെടുത്ത് കഴിഞ്ഞ് രണ്ടാമതുണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ. ഭയങ്കര പുളിയാണ് കേട്ടോ. ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ അച്ചാർ ചിലിമ്പിക്ക എന്നാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്. ചില നാട്ടിൽ കോവയ്ക്കാപ്പുളി എന്നൊക്കെ പറയുന്നുണ്ട്. ചിലിമ്പിക്കയുടെ അച്ചാർ ഇഷ്ടമുണ്ടോ? അത് ചിലിമ്പിക്ക അച്ചാർ നല്ല കൊഴുത്ത രീതിയിൽ ഉണ്ടാക്കി ചോറിലോട്ടിട്ടിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ ഇടയ്ക്കൊരു പപ്പടവും കൂടി കൂട്ടാൻ നല്ല രുചിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ധാരാളം ചെടികളാണ് കേട്ടോ. ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ എവിടെ നോക്കിയാലും നമ്മൾക്ക് ചെടികളും പൂക്കളും അതുപോലെ ഫ്രൂട്ട്സ് മരങ്ങളും പച്ചപ്പും ഒന്നും പറയേ വേണ്ട. കണ്ണിനും കരളിനും മനസ്സിനും കാതിനും ഒക്കെ കുളിർമം. അത് തന്നെയായിരിക്കൂലേ ധ്യാന കേന്ദ്രത്തിലോട്ട് ആൾക്കാരെ ആകർഷിക്കുന്നതും. അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ നടന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പറയുന്നു, നമ്മളെ വീട്ടിൽ ഈ ചെടികളൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് എവിടെയെങ്കിലും ഒന്ന് വെച്ചു 2 വെച്ച് ഇങ്ങനെയൊക്കെയല്ലേ ചട്ടി വെക്കുന്നത്. ഇതിങ്ങനെ അടുത്തടുത്ത് നിൽക്കുമ്പോൾ അതിനൊരു മനോഹാരിത. ഞാൻ പെട്ടെന്ന് ഈ ചെടിക്ക് എവിടെ പോകും നമ്മൾ സാധാരണ കണ്ടിട്ടില്ല. ഇതാ വയലറ്റ് നല്ല ഫ്ലവർ എന്ന് പറഞ്ഞ് ഞാനത് പിടിക്കാൻ പോയി. അപ്പോഴേക്കും അത് ആരോ കൊണ്ടുവച്ച ഒരു പ്ലാസ്റ്റിക് പൂവിൻ്റെ പാട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കടലാസ് പുഷ്പം. ആ കടലാസ് പുഷ്പം ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പം അതിൻ്റെ അടുത്ത് പോയി തലോടി പോകുന്നതാണ്. പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ ഈ ചാമ്പയുടെ ചോട്ടി ഉണ്ട്. ചാമ്പയുടെ ചോറ് ഇതിൻ്റെ വെള്ളയും ഉണ്ട്, പിന്നെ 2 കളർ അടുത്തടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ചാമ്പയിലൊക്കെ പോയി ചാമ്പയങ്ങയൊക്കെ പറിച്ച് എല്ലാ പ്രാവശ്യവും ഇതൊക്കെ മധുരം നുണഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ചാമ്പയെ ഉപേക്ഷിച്ച് പോകുന്നത്. അങ്ങനെ ചാമ്പയുടെ അടുത്ത് പോയി കുറച്ചധികം നമ്മൾ കയ്യിൽ സംഭരിച്ചു. കുറേ നിലത്തൊക്കെ വീണ് കിടന്നു. കുറച്ച് അവിടെ നിന്ന് കഴിച്ചു അങ്ങനെ മധുരച്ചാമ്പയെ നോക്കി ഞങ്ങളിനി അടുത്ത പ്രാവശ്യം വരുമ്പോഴും പൂട്ട് നിൽക്കണേ, കായ ഉണ്ടാവണേ എന്നൊക്കെ തമാശ പറഞ്ഞ് ഞങ്ങൾ ചാമ്പയുടെ ചോട്ടിൽ നിന്ന് മാറി ചാമ്പയുടെ തൊട്ടടുത്തായി നാരകം നിൽക്കുന്നുണ്ട് കേട്ടോ. നാരകത്തിലും നിറയെ നാരങ്ങയുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല ഇവിടെയൊക്കെ പലതരത്തിലുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുത്തടുത്ത് മാവയ്ക്ക എന്തേരമാണെന്നോ, മാവയ്ക്ക ഇങ്ങനെ ധാരാളമായിട്ട് നിൽക്കുകയാണ്. മാങ്ങയെല്ലാം ഉണ്ടായതും പൂവുള്ളതും പൂവില്ലാത്തതും പൂ വിടരാനായിട്ട് വരുന്നതും ഒക്കെ. മാങ്ങയുടെയൊക്കെ സീസണായാൽ മാങ്ങ തിന്നൊന്നും മടുക്കുന്ന എനിക്ക് തോന്നി ഇവിടെയുള്ളവർ. അങ്ങനെ മാവും പ്ലാവും തെങ്ങും വാഴയും കവുങ്ങും. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുക, വളരെ ചെറുപ്പത്തിൽ ഇതുപോലെയുള്ള ഒത്തിരി തൊടി ഒക്കെ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ. പലതരത്തിലെ വൃക്ഷങ്ങളും കായ്കളും പൂവുകളും ഒക്കെ നിൽക്കുന്നത് ഇന്ന് അങ്ങനെ കാണാറില്ല ഇങ്ങനെയൊക്കെ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ വെട്ടിമാറ്റി റബ്ബർ തൈകളും റബ്ബർ ചെടികളും ഒക്കെയായി. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ അതിനിടയ്ക്ക് കൂടി വലിയ വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങളും ധാരാളം അന്തേവാസികളുള്ള വരുന്ന സ്ഥലമാണല്ലോ. അങ്ങനെ എല്ലായിടത്തും പടുകൂറ്റൻ കെട്ടിടങ്ങളും ഒക്കെ വളരെ മനോഹരമായ ഇത് കിച്ചൺ ഏരിയയൊക്കെയാണ് കേട്ടോ. അവിടെയും വളരെ മനോഹരമായ രീതിയിൽ ചെടികളൊക്കെ വെച്ചേക്കുക. ഇതൊരു ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കാണ് കേട്ടോ. ഇപ്പോൾ സന്ധ്യസമയമായി, വൈകുന്നേരമായി, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ 2 കുട്ടികൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അവർ അച്ഛനും അമ്മയും അങ്ങോട്ട് മാറിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ വരുന്ന ആൾക്കാരിൽ പെട്ടവരാണ് കേട്ടോ. അങ്ങനെ അവരെ കുട്ടികൾക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഒരു രസം തോന്നി. അങ്ങനെ അവരത്തെ കയറിയിരുന്ന് ഇതൊക്കെ ഒന്ന് കറക്കി ഞങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചു, നമ്മൾ ചെറിയ കുട്ടിയായിരുന്നു
ഉണ്ടായിരുന്നെങ്കിൽ ഇത്തേ കയറി ഇരിക്കായിരുന്നല്ലോ എന്നൊക്കെ. പിന്നെ അതുമല്ല എൻ്റെ മോനും ചെറിയ കുട്ടിയായ സമയത്ത് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പാർക്കിലൊക്കെ പോയാൽ ഇങ്ങനെ ഒരു സ്ഥലത്തു കൂടി കയറി മറ്റേ സ്ഥലത്തു കൂടി ഊർന്നു വരും. പിന്നെ ഭയങ്കരമായിട്ട് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കുട്ടികൾ വലുതായിക്കൊണ്ടിരിക്കുമ്പം അവർക്കതൊന്നും കളിക്കാൻ താല്പര്യമില്ല. ഇപ്പം വാ പോകാമെന്നൊക്കെ പറയുമ്പോൾ അമ്മ പൊയ്ക്കോ എന്നാണ്. എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ ഇങ്ങനെയാണോന്നൊന്ന് പറയണേ. കുട്ടികളായിരിക്കുമ്പോൾ തന്നെയാണ് അച്ഛനും അമ്മയ്ക്കും വളരെയധികം സന്തോഷം. വലുതാവും തോറും നമ്മളിങ്ങനെ മാറിപ്പോവും. നമ്മൾ കളിയിലും ചിരിയിലൊക്കെ അവർക്ക് ചിലപ്പോൾ അത് താല്പര്യം ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അവരോട് കളിക്കാം കേട്ടോ. അത് പോട്ടെ. പിന്നെ ഞാൻ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. ഇതാ പാർക്കിംഗ് ഏരിയയിൽ നല്ലൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു. പിന്നെ അതാ ഡ്രാഗൺ ഫ്രൂട്ട്, കഴിഞ്ഞ പ്രാവശ്യം വരെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ അല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിൽ കായ്ച്ചിട്ടൊന്നുമില്ല. അങ്ങനെ എന്നാലും അതിനെ ഒന്ന് തൊട്ട് തലോടിയേക്കാം, എപ്പോഴും വരുമ്പോൾ ഇതിലൊക്കെ ഒന്ന് നോക്കി പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇതാ പലയിടത്തുനിന്ന് അടിച്ചു വാരി ഇതിൻ്റെയൊക്കെ ചോട്ടിക്കൊണ്ടിട്ടേക്കുന്നത് കണ്ടോ. അതൊക്കെ മുള്ളുള്ള ഒരു മഞ്ഞപ്പൂവുള്ള വൃക്ഷം ഉണ്ടല്ലോ, അതിൻ്റെ പൂക്കളൊക്കെയാണ്. അതെനിക്കൊരു തമാശയായി തോന്നി. പിന്നെ ഇതാ ഈ ഭാഗത്തെല്ലാം റിങ് പോലെ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയത് അതിൻ്റെ അകത്താണ് കേട്ടോ തേങ്ങയും വാഴയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ആ വെള്ളം ഒഴിച്ചാൽ അവിടെ തന്നെ കിടക്കും, അതിൻ്റെ വളം അവിടെ തന്നെ കിടക്കും. അത് അവർക്ക് സ്വന്തമായിട്ട് അങ്ങോട്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ ഈ പ്രദേശത്ത് ഇതിൻ്റെ ഉള്ളിൽ പല ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുക. പിന്നെ എല്ലായിടത്തും പലതരത്തിലുള്ള വേഴ്സുകൾ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്നവർക്കും ഒക്കെ അതൊക്കെ വായിക്കാം. പിന്നെ ഇങ്ങനെ കാറ്റ് കൊള്ളാം, സൊറ പറഞ്ഞിരിക്കാം, പ്രാർത്ഥിക്കാം, പിന്നെ സംഘം കൂടിയിരുന്ന് നമുക്ക് സംസാരിക്കാം, ഇതൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ നല്ല ഒന്നാം തരം ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിഷയങ്ങളൊക്കെ ഡിവൈൻ സെൻ്ററിൻ്റെ വിശേഷങ്ങളാണ്. അടുത്തൊരു വിഷയമായി വരുന്നത്. ബൈ ബൈ.